മറ്റൊന്ന്, രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഇന്ന് പരിഗണിക്കും. പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതിയുടെ നടപടികൾക്കെതിരെ ശക്തമായ ആക്ഷേപമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം നൽകുന്നതിന് സെഷൻസ് കോടതി സ്വാധീനിച്ചുവെന്ന് സർക്കാർ വാദിക്കുന്നു. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഗുഡ് മോർണിംഗ്. എന്താണ് സർക്കാർ ഉന്നയിക്കുന്ന വാദങ്ങൾ? അശ്വതി, ഈ രണ്ടാമത്തെ കേസ് പരിഗണിക്കുകയും ഒപ്പം തന്നെ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് അനുവദിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ പ്രോസിക്യൂഷൻ തീരുമാനിക്കുകയും ചെയ്തത്. അതായത് ഈ IG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ഈ രണ്ടാമത്തെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ മൊഴിയല്ല. പക്ഷേ ഈ കാര്യങ്ങൾ ഈ യുവതി തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒന്നാമത്തെ കേസിൽ അതിജീവിതയെ ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ആ പടങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ പേര് വിവരങ്ങൾ പുറത്തു വന്നാൽ ഒരുപക്ഷെ തനിക്കും ഈ ഗതി ഉണ്ടാകുമെന്നുള്ളൊരു ഭയം ഈ രണ്ടാമത്തെ പെൺകുട്ടിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മൊഴി നൽകാൻ സാധിക്കില്ല, അതായത് 164 നൽകാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടിലാണ് യുവതി ഉള്ളതെന്നാണ് അന്ന് മൊഴി നൽകിയപ്പോൾ പൂങ്കുഴലിയെ അറിയിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ മാതാപിതാക്കൾക്കൊപ്പമാണ്. പിന്നീട് വീണ്ടും ബംഗളൂരുവിലേക്ക് പോയതിനു ശേഷം അടുത്ത മാസം, അതായത് ജനുവരി ആദ്യ വാരത്തോടു കൂടി ഈ 164 നൽകാൻ, രഹസ്യമൊഴി നൽകാൻ തയ്യാറാണ് എന്നുള്ള ഒരു സമീപനമാണ് യുവതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ നടപടികൾ വേണം. നിലവിൽ ഈ രാഹുൽ മുൻകൂർ ജാമ്യം ലഭിച്ച് പുറത്തായതിനാൽ തന്നെ ഈ സാക്ഷിയെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ, ഒപ്പം തന്നെ ഇരയെ ഭീഷണിപ്പെടുത്താൻ അടക്കമുള്ള വലിയ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു നടപടി ഒരു തരത്തിലും ആദ്യ കേസ് പരിഗണിച്ചുകൊണ്ട് ഉണ്ടാകാൻ പാടില്ല. മറ്റൊന്ന്, ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ കോടതി ഒരിക്കൽ പോലും ഈ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. ഈ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് യുവതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മുറിവേൽപ്പിക്കുന്നു, വലിയ രീതിയിൽ തന്നെ ലൈംഗികമായി അതിക്രമം നടത്തുന്നു, അതായത് തന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഹോം സ്റ്റേയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു, അവിടെ വെച്ച് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നടക്കമുള്ള വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ മൊഴിയിലൂടെ യുവതി വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഇതൊന്നും തന്നെ, ഈ മൊഴികളൊന്നും തന്നെ കോടതിയുടെ മുൻപിലേക്ക് വന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു കേസ് വന്നത് എങ്ങനെയാണ്, അതിൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്. അതായത് ഒരു മെയിൽ വരുന്നു, അതും KPC അധ്യക്ഷൻ്റെ മെയിലിലേക്ക് ഇങ്ങനെ ഒരു പരാതി വരുന്നു. ആ പരാതി നിലവിലെ സാഹചര്യത്തിൽ ആ പരാതി DGPക്ക് ഫോർവേഡ് ചെയ്ത് നൽകുന്നു. ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടാമത്തെ കേസിൽ വീണ്ടും FIR ഇടുകയും തുടർ അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം പോവുകയും ചെയ്തത്. മുൻകാലങ്ങളിൽ, അതായത് നമുക്കറിയാം, ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിൽ അന്ന് ഈ വിഷയത്തിൽ ഈ ഒരു കേസും അന്നും ഉയർന്നു വന്നിരുന്നു. അന്ന് ഈ അന്വേഷണ സംഘം, അതായത് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ളവർ ഈ യുവതിയുടെ മൊഴിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അന്നും താല്പര്യമില്ല, തനിക്ക് പൊതുമധ്യത്തിലേക്ക് വരാൻ താല്പര്യമില്ല, പരാതിയുമായി വരാൻ താല്പര്യമില്ല എന്നായിരുന്നു അന്നും യുവതി പറയുകയും ചെയ്തത്. അതോടുകൂടി ആ വിഷയം, അല്ലെങ്കിൽ ആ ഒരു കേസ് എങ്ങും എത്താതെ അവിടെ നിന്ന് അവസാനിപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. പിന്നീട് വീണ്ടും ഈ ആദ്യത്തെ പെൺകുട്ടി ഇപ്പോൾ ആദ്യത്തെ ബലാത്സംഗ കേസിൽ നൽകിയ പരാതി അത് കൂടുതൽ ബലപ്പെടുകയും ഒപ്പം തന്നെ രാഹുലിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു രണ്ടാമത്തെ പരാതി നൽകാൻ ഇത്തരത്തിൽ ഈ ബംഗളൂരുവിലെ യുവതി തയ്യാറാവുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കോടതി ഈ കാര്യങ്ങളൊന്നും തന്നെ പരിഗണിച്ചില്ല. ഈ അതിജീവിതയുടെ പേരോ അല്ലെങ്കിൽ എവിടെ വെച്ചാണ് തന്നെ പീഡിപ്പിച്ചത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വിശദീകരിക്കാത്ത ഒരു പരാതിയാണ്. അതായിരുന്നു പ്രതിഭാഗത്തിന് വേണ്ടി പ്രതിഭാഗം വാദിക്കുകയും ചെയ്തു. അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു നടപടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴും ഇത്തരത്തിൽ പോലീസ് നൽകുന്ന വിവരങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ കൃത്യമായി അതിനെ ഖണ്ഡിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എല്ലാ തിങ്കളാഴ്ചയും, അതായത് സാക്ഷികളെ ഒരിക്കലും ഒരു തരത്തിലും സ്വാധീനിക്കാൻ പാടില്ല, ഒരാളെയും ഭീഷണിപ്പെടുത്താൻ പാടില്ല, ഒപ്പം തന്നെ എല്ലാ തിങ്കളാഴ്ചയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകുകയും ചെയ്തിരിക്കുന്നത്. അത് ഈ പശ്ചാത്തലത്തിൽ കൂടി, അതായത് നിലവിൽ അടുത്ത മാസത്തോളം അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ യുവതി മൊഴി നൽകാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളൊരു അഭിപ്രായം പ്രോസിക്യൂഷൻ നൽകിയിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് എല്ലാ തിങ്കളാഴ്ചയും ഹാജരാകണം രാഹുൽ എന്നുള്ളൊരു നിർദ്ദേശം, അങ്ങനെ ഒരു വിധി കൂടി
ഇത്തരത്തിൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത് റദ്ദാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഇനിയും കൂടുതൽ പേർ പരാതികളുമായി രംഗത്ത് വരാനുണ്ട്. ഈ ഒരു നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട് എങ്കിൽ അത്തരത്തിൽ പലർക്കും പരാതിയുമായി മുന്നിട്ടിറങ്ങാനോ അല്ലെങ്കിൽ മുന്നോട്ട് വരാനോ സാധിക്കില്ല. അങ്ങനെ ഭയത്താൽ കഴിയുന്ന നിരവധി പേരുണ്ട്, നിരവധി പരാതികൾ പൊതുമധ്യത്തിലുണ്ട്. പക്ഷേ അവരൊന്നും തന്നെ ഈ പോലീസിനെ അറിയിക്കാനോ അല്ലെങ്കിൽ ഈ വിവരങ്ങൾ കൈമാറാനോ തയ്യാറാകാത്തതിന്റെ കാരണം ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായ രീതിയിൽ പ്രചരണം നടക്കുന്നു. ഇത്തരത്തിൽ കേസുകളുമായി ബന്ധപ്പെട്ട് രാഹുലിന് കോടതിയിൽ നിന്ന് അനുകൂലമായ രീതിയിലുള്ള നിലപാടുകൾ ഉണ്ടാകുന്നു. അതൊക്കെ ഈ കേസിനെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നടപടി മിഥുൻ, അവിടെ നമുക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ബോഡി ലാംഗ്വേജിൽ ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പ്രതികരണങ്ങളിലും നമുക്കത് വ്യക്തമായിരുന്നു. തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഒരു ചായ മുഴുവൻ ഊതി കുടിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന രാഹുലിനെ നമ്മൾ കണ്ടു. അയാൾക്കൊരു ഊർജ്ജം ലഭിച്ചിട്ടുണ്ട് ഈ വിധികൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് അതായത് ഇത്രയും വലിയൊരു ഗുരുതര ആരോപണം അത് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ മുഖ്യമന്ത്രിക്ക് അടക്കം കൈമാറുകയും പിന്നീട് സംസ്ഥാനത്തെ തന്നെ ഒരു MLA ഈ ഒരു കേസിൽ ഉൾപ്പെടുകയും അതിനെതിരെ നിരവധി പേർ പരാതിയുമായി രംഗത്ത് വരുന്നൊരു പശ്ചാത്തലമാണ്. എന്നിട്ട് പോലും ഒരു തരത്തിലും ഒരു നടപടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാത്ത പശ്ചാത്തലം, അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇനി ഏതെങ്കിലും തരത്തിലൊരു യുവതികളോ ഇത്തരത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ട് രാഹുലിന് നിന്നും ഏതെങ്കിലും തരത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടുള്ള യുവതികളോ അല്ലെങ്കിൽ പീഡനം നേരിടേണ്ടി വന്നിട്ടുള്ള യുവതികളോ ഒക്കെ ഉണ്ട് എങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള യുവതികളുണ്ട് എന്നുള്ള ചില അഭ്യൂഹങ്ങളുണ്ട്, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അവരൊക്കെ മുഖ്യധാരയിലേക്ക് വരാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഈ പരാതികൾ കൈമാറാനോ തയ്യാറാകാത്തതിന് പ്രധാനപ്പെട്ട കാര്യം കൂടി ഇത് തന്നെയാണ്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട്ടേക്ക് ഏകദേശം 14 ദിവസത്തിന് ശേഷം പാലക്കാട്ട് ഒളിവ് ജീവിതം കഴിഞ്ഞതിന് ശേഷം പാലക്കാട് വീണ്ടും രംഗത്തിറങ്ങി രാഹുൽ വന്നപ്പോൾ നമുക്ക് കാണുകയും ചെയ്തു. ഒരു തരത്തിൽ പോലും ഈ ജാളിതയോ അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊന്നും തന്നെ അയാളെ ബാധിച്ചിട്ടില്ല എന്ന രീതിയിലായിരുന്നു ആ ഒരു ഘട്ടങ്ങളിലെല്ലാം ഇന്നലെ എല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിലും ഒപ്പം തന്നെ അവിടുത്തെ നാട്ടുകാർക്ക് മുമ്പിലും ഒക്കെ അദ്ദേഹം നടിച്ചു കാണിച്ചതെന്നുള്ളത് നമുക്ക് കാണുകയും ചെയ്തു. അത്രത്തോളം ചിരി മുഖത്തോട്ടായിരുന്നു. അതായത് ഈ വിഷയങ്ങളൊന്നും തന്നെ ബാധിക്കില്ല, കോടതിയിൽ നിന്ന് തനിക്ക് നിയമപരമായി പരിരക്ഷ നേടാം, ഈ തെളിവുകളൊന്നും തന്നെ ശിക്ഷിക്കപ്പെടാൻ സാധിക്കില്ല, അതൊന്നും പര്യാപ്തമല്ല എന്നൊരു നിലപാട് ഇത്തരത്തിൽ ഈ കോടതി വിധികളിലൂടെ കൂടി രാഹുലിന് സ്വായത്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതി സമീപിക്കുകയും ഈ മുൻകൂർ ജാമ്യ ഹർജി റദ്ദാക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും 15-ാം തീയതി വരെ ആദ്യ കേസിൽ അറസ്റ്റ് പാടില്ല എന്ന് കോടതി നിർദ്ദേശമുണ്ട്. 2-ാം കേസിലാണ് മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആദ്യ കേസിൽ കൂടുതൽ കുരുക്ക് രാഹുലിനെ സംബന്ധിച്ച് മുറുകിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നടപടികൾ ഇനി 15-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഇനി എങ്ങനെയായിരിക്കും ഒരു തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും, അതോ വീണ്ടും ഈ വിഷയത്തിൽ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നൊക്കെ കണ്ടറിയിക്കുന്നു. എന്തായാലും 2-ാമത്തെ കേസിൽ ഈ പറയുന്ന 2-ാമത്തെ പരാതിക്കാരിയുടെ മൊഴി, അതായത് 164 രേഖപ്പെടുത്തിയാൽ മാത്രമേ, ഔദ്യോഗികമായി അതൊരു പരാതിയായി മാറിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു കടുത്ത നടപടികളിലേക്ക് പോവുകയുള്ളൂ എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ ഇന്ന് വീണ്ടും ഈ വിഷയത്തിൽ വാദം കേൾക്കും. ഈ മുൻകൂർ ജാമ്യ ഹർജി റദ്ദാക്കുമോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് നമുക്കിനി അറിയേണ്ടത്. ശരി മിഥുൻ.